സെൻസർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ഇതൊരു ഡെക്ക് ടെമ്പറേച്ചർ സെൻസർ ആണ്. ഇതാണ് അതിന്റെ പ്രോബ് എന്ന് പറയുന്നത്. ആദ്യം വേണ്ടത് ഡെക്കിൽ ഒരു ഹോള് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നോർമലി ഒരുവിധം എല്ലാ സെൻസേഴ്സിന്റെയും ഡയമീറ്റർ എന്ന് പറയുന്നത് 80 mm ആയിരിക്കും. പക്ഷേ ചില മാനുഫാക്ചേഴ്സ് അപ് ടു 10 mm വരെയൊക്കെ അവരുടെ പ്രോബിന് ഡയമീറ്റേഴ്സ് ഉണ്ടാകാം. അതിനുശേഷം നമ്മൾ അതിന്റെ മൗണ്ടിംഗ് ബ്രാക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. മൗണ്ടിംഗ് ബ്രാക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം സെൻസർ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നു. കണ്ടോ, സെൻസർ ഇൻസ്റ്റാൾ ചെയ്തു. സെൻസറിന്റെ പ്രോബ് ഡെക്കിലേക്ക് ഇറങ്ങി നിൽക്കണം. അതിനുശേഷം നമ്മൾ ടെർമിനേറ്റ് ചെയ്യണം. ഇതാണ് ഇതിന്റെ ടെർമിനൽ ബോക്സ് എന്ന് പറയുന്നത്. അവിടെ കണക്ഷൻസ് നമ്മൾ ടെർമിനേറ്റ് ചെയ്തിരിക്കണം. ഇനി കൺട്രോളറും ഈ സെൻസറും തമ്മിലുള്ള മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ് ടു 200 meters ആണ്. അതായത് മാനുഫാക്ചർ റെക്കമെൻഡഡ് കേബിൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത്രയും ഡിസ്റ്റൻസ് കിട്ടുള്ളൂ. അത്രയും ഡിസ്റ്റൻസിൽ സിഗ്നൽ പ്രോപ്പർ ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്ത കേബിൾ യൂസ് ചെയ്യണം. അത് മാത്രമല്ല, അതിന്റെ ഷീൽഡ് ഓൾവേസ് ഗ്രൗണ്ട് ചെയ്തിരിക്കണം. നമുക്കൊരു വാട്ടർ ടെമ്പറേച്ചർ സെൻസർ അല്ലെങ്കിൽ ഇമേർഷൻ ടെമ്പറേച്ചർ സെൻസർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. കണ്ടോ, ഇതൊരു ടെമ്പറേച്ചർ സെൻസർ ആണ്, ഇമേർഷൻ ടെമ്പറേച്ചർ സെൻസർ ആണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി നമുക്ക് പൈപ്പിലേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അതിന് ആദ്യം എന്ത് ചെയ്യണം, ഒരു പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിന് പോക്കറ്റ് എന്നാണ് പറയാ. ആദ്യം പോക്കറ്റ് പൈപ്പില് ഡ്രില്ല് ചെയ്തിട്ട് വെൽഡ് ചെയ്തിട്ട് അതിന്റെ ത്രെഡ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ പോക്കറ്റ് അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു, ത്രെഡ് ചെയ്ത് പിടിപ്പിക്കുന്നു. ഈ പോക്കറ്റിലേക്കാണ് നമ്മുടെ സെൻസർ ഇൻസെർട്ട് ചെയ്യുക. കണ്ടോ, ഇതേപോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പോക്കറ്റ് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് പിടിപ്പിക്കുന്നു. അതിനുശേഷം കണ്ടു ഈ പോക്കറ്റിലുള്ള ഹോളിലേക്കാണ് സെൻസർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം. ഇനി അടുത്ത ഇതിൽ ടെമ്പറേച്ചർ സെൻസർ അല്ലെങ്കിൽ ഇമേർഷൻ സെൻസർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ആദ്യം പൈപ്പിൽ ഒരു ഹോൾ ഡ്രിൽ ചെയ്യുന്നു. അതിനുശേഷം അവിടേക്ക് ത്രെഡ് ഇൻസ്റ്റാൾ ചെയ്യും. ത്രെഡ് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. മോസ്റ്റ്ലി പൈപ്പിനകത്ത് ആ ത്രെഡ് അവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. ആ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച ത്രെഡിലേക്ക് പിന്നെ അതിനുശേഷം കുറച്ച് സീലന്റ് അപ്ലൈ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലേക്ക് സ്പാനർ ഉപയോഗിച്ചിട്ട് അതിനെ ടൈറ്റ് ചെയ്യുന്നു. ആ പോക്കറ്റിലേക്കാണ് നമ്മൾ സെൻസർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ പോക്കറ്റിലേക്ക് സെൻസർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. കണ്ടോ, നമ്മളിപ്പോ പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അതിലേക്ക് സെൻസർ ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇപ്പൊ ഇതിവിടെ ഇങ്ങനെ സ്ലാൻഡ് ചെയ്തിട്ടുള്ള പോക്കറ്റ് ഇവിടെ കാണാം. അതിലേക്ക് സെൻസർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പൊ ഇവിടെ പലതരത്തിലുള്ള ഫിറ്റിംഗ്സുകളുണ്ട്. ആ ഫിറ്റിംഗ്സുകളെല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ അതിനുശേഷം ഇവിടെ സ്ക്രൂസ് ഉണ്ടായിരിക്കും. നമ്മൾ അതിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം സെൻസേഴ്സ് പുറത്തേക്ക് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതേപോലെ തന്നെ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്ക്രൂസ് ടൈറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ എന്താ പറയാ നമ്മളുടെ കൺട്രോളിലേക്ക് അതിനെ ഇന്റർഫേസ് ചെയ്യുന്നത്. പിന്നെ ചില കേസസിൽ യൂണിവേഴ്സൽ ഫിറ്റിംഗ് കിറ്റുകൾ ഉണ്ടായിരിക്കും. ആ യൂണിവേഴ്സൽ ഫിറ്റിംഗ് കിറ്റുകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിറ്റിംഗ് മെക്കാനിസംസുകൾ ഉണ്ടായിരിക്കാം. പിന്നെ അതേപോലെ തന്നെ പലതരത്തിലുള്ള ക്ലിപ്സുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ ആ ക്ലിപ്പും ഒക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കണം. കണ്ടോ, ഇതിവിടെ ഇതിനെ എങ്ങനെയാണ് അത് ഇൻസെർട്ട് ചെയ്യാന്നുള്ളതും അത് എങ്ങനെ ഇതിനെ ടൈറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഒരു യൂണിവേഴ്സൽ കിറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിവൈസ് തന്നെയായിരിക്കും. ഇനി നമുക്ക് എന്തിനാണ് വാട്ടർ ടെമ്പറേച്ചർ സെൻസേഴ്സ് ഒക്കെ സ്ലാൻഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സ്ലാൻഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെൻസറിന്റെ പ്രോബിന്റെ എൻഡ് എന്ന് പറയുന്നത് അതിൽ കൂടി പോകുന്ന ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ വാട്ടറിന്റെ സെൻട്രൽ പൊസിഷനിലേക്ക് ആയിരിക്കും ടച്ച് ആവുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ സെൻട്രൽ പൊസിഷൻ പറയുന്ന ഒരു പേരാണ് ഫ്ലോ കോർ എന്ന് പറയും. ഓൾവേസ് ഈ ഫ്ലോ കോറിൽ ഉണ്ടാവുന്ന വെലോസിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ടെമ്പറേച്ചർ കൂടുതൽ ആക്യുറസി ഉള്ളതായിരിക്കും. അതേപോലെ തന്നെ റെസ്പോൺസ് ടൈമും ഇംപ്രൂവ് ചെയ്യും. രണ്ടാമത്തെ കേസ് റെഡ്യൂസ്ഡ് ഫ്ലോ ഇൻഡ്യൂസ്ഡ് വൈബ്രേഷൻ ആണ്. അതായത് ഒരു ഹൈ ഫ്ലോ കണ്ടീഷൻസിലൊക്കെ ഒരു വെർട്ടിക്കൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു തെർമോവല്ലോ അല്ലെങ്കിൽ സെൻസറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു ബ്ലഫ് ബോഡി ആയിട്ട് ആക്ട് ചെയ്യും. ബ്ലഫ് ബോഡി എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഷേപ്പ് ആണ്. അപ്പൊ അങ്ങനെ ബ്ലഫ് ബോഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ പലതരത്തിലുള്ള വൈബ്രേഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്രോസ് ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും.
ഈ ക്രോസ് ഫ്ലോ വെലോസിറ്റി കുറവാകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന വൈബ്രേഷൻസും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അങ്ങനെ വൈബ്രേഷൻസ് കുറയുമ്പോൾ സെൻസറിന്റെ ലൈഫ് സ്പാൻ ഇംപ്രൂവ് ചെയ്യും. ഇതിനൊക്കെ ഒരുപാട് എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ട്. അതെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ASME എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇങ്ങനത്തെ പലതരത്തിലുള്ള ഇൻസ്റ്റലേഷൻസിനെ കുറിച്ച്, ടെമ്പറേച്ചർ സെൻസേഴ്സ് ഇൻസ്റ്റലേഷനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത്. ഇനി വേറൊന്നാണ് പ്രിവെൻഷൻ ഓഫ് ഗ്യാസ് അക്യുമുലേഷൻ എന്നാണ് പറയുക അതിനെ. അതായത് നമ്മളിങ്ങനെ ലിക്വിഡ്, ഒരു പൈപ്പിൽ കൂടി ലിക്വിഡ് അല്ലെങ്കിൽ അതേപോലെ തന്നെ വാട്ടർ ഒക്കെ ഫ്ലോ ചെയ്യുമ്പോൾ ചില ലിക്വിഡുകൾക്ക് അല്ലെങ്കിൽ ഈ വാട്ടർ ഒന്നും അത്ര പ്യൂരിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ പലതരത്തിലുള്ള ഗ്യാസസ് അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്ത് കെട്ടിക്കിടക്കുന്ന എയേഴ്സ് ഒക്കെ അവിടെ ഫോം ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ ചരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനെ ഈസി ആയിട്ട് നമുക്ക് അതിനെ ബെൻഡ് ചെയ്ത് കളയാൻ പറ്റും. അതാണ് വേറൊരു ഓപ്ഷൻ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്, ഈസ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് ആക്സസിബിലിറ്റി ആണ്. നമ്മളൊരു ആംഗിൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെൻസറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സെൻസർ ഇൻസ്റ്റാൾ ചെയ്യാൻ അതേപോലെ തന്നെ എപ്പോഴെങ്കിലും റിമൂവ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും. നമ്മൾ മുകളിലേക്ക് എടുക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിരിക്കും സൈഡിലേക്ക് എടുക്കുന്നത്. അപ്പം അതൊരു വലിയ ഒരു കാര്യമാണ്. കാരണം ഈസ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് ആക്സസിബിലിറ്റി ആണ്. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതായത് നമ്മളിപ്പോ പല കേസസിൽ സെൻസർ പുറത്തേക്കൊക്കെ എടുക്കേണ്ടി വരും. കാരണം കാലിബ്രേഷൻ ചെയ്യാൻ, പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഫോൾട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറയും. പിന്നെ അടുത്തതാണ് ലോവർ പ്രഷർ ഡ്രോപ്പ് ആണ്. നമ്മളിങ്ങനെ ആംഗിൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കമ്പാരിറ്റീവ്ലി ഒരു കുറഞ്ഞ ടർബുലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. അപ്പം അതായത് അവിടുത്തെ ലോവർ പ്രഷർ ഡ്രോപ്പ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മളൊരു 90 ഡിഗ്രി അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സെൻസറിനേക്കാൾ കുറഞ്ഞ ടർബുലൻസേ അവിടെ ഉണ്ടാവുള്ളൂ. അതായത് നമുക്ക് പ്രഷർ ഡ്രോപ്പ് മാക്സിമം കുറയ്ക്കാൻ പറ്റും. അതായത് അതിൽ കൂടി പോകുന്ന ഫ്ലോയുടെ ഒരു പ്രോപ്പർ ഇന്റിഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ സ്ലാൻഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ. അടുത്തതാണ് സ്ട്രാപ്പ് ഓൺ ടെമ്പറേച്ചർ സെൻസർ. സ്ട്രാപ്പ് ഓൺ ടെമ്പറേച്ചർ സെൻസർ യൂസ് ചെയ്യുന്നത് അധികം DN സൈസ് ഇല്ലാത്ത പൈപ്പിൽ കൂടി പോകുന്ന ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അധികം ഡയമീറ്റർ ഇല്ലാത്ത പൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഒരിക്കലും പോക്കറ്റ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർലി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ചെറിയൊരു സെൻസിങ് എലമെന്റ്, ടെമ്പറേച്ചർ സെൻസിങ് എലമെന്റ് എന്ത് ചെയ്യണം, പൈപ്പിനോട് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ സ്ട്രാപ്പ് ചെയ്യും. ഈ സ്ട്രാപ്പ് ഓൺ ടെമ്പറേച്ചർ സെൻസറിന് ഒരു ചെറിയ സ്ട്രാപ്പ് ഉണ്ടാവും. ആ സ്ട്രാപ്പ് ഈ പൈപ്പിനോട് ചേർത്തിട്ട് അല്ലെങ്കിൽ പൈപ്പിന്റെ ഔട്ടർ ഏരിയയിൽ അതിനെന്ത് ചെയ്യും, നമ്മൾ അതിനെ ക്ലാമ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്ന സ്ട്രാപ്പ് ഓൺ ടെമ്പറേച്ചർ സെൻസർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പൈപ്പ് എപ്പോഴും പ്രോപ്പർ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റൽ ആയിരിക്കണം. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പുകളെല്ലാം, മെറ്റൽ പൈപ്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യും, ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അകത്തുകൂടെ പോകുന്ന ഫ്ലൂയിഡിന്റെ സെയിം തന്നെ ആയിരിക്കും പൈപ്പിന്റെ പുറത്ത് കിട്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അത് നെഗ്ലിജിബിൾ ആണ്. അപ്പൊ ഈ പുറത്ത് ടെമ്പറേച്ചർ സെൻസർ വെക്കുമ്പോൾ ഈ ടെമ്പറേച്ചർ സെൻസർ എന്ത് ചെയ്യും, അതിൽ കൂടി പോകുന്ന ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യും. അത് നമ്മൾക്ക് വേണ്ട കൺട്രോളിലേക്ക് കണക്ട് ചെയ്യുന്നു, എന്നിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു. അപ്പം ഇതാണ് സ്ട്രാപ്പ് ഓൺ ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുന്നത്.